മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ലയിലുണ്ടായ ബോട്ടപകടത്തിൽ 9 പേരാണ് മരിച്ചത്. 31 യാത്രക്കാരുമായി സഞ്ചരിച്ച ക്രൂയിസ് ബോട്ട് ബർഗി ഡാം മേഖലയിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. അമിതമായി ആളുകളെ കയറ്റിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ വെള്ളത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീയുടെയും കുട്ടിയുടെയും മൃതദേഹങ്ങൾ ജബൽപൂരിലെ ബോട്ടപകടത്തിൽ നിന്നുള്ളതെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. എന്നാൽ വൈറൽ ചിത്രം വ്യാജമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ആ അമ്മയ്ക്ക് രക്ഷപ്പെടാമായിരുന്നു, പക്ഷെ തൻ്റെ കുഞ്ഞില്ലാതെ രക്ഷപ്പെട്ടിട്ട് എന്തിനാണെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകും. മരണത്തിന് പോലും വേർപെടുത്താനാകാത്ത മാതൃസ്നേഹത്തിന്റെ നോവാകുന്ന കാഴ്ചയാണിത്. മധ്യപ്രദേശിലെ ജബൽപൂരിലുള്ള ബർഗി ഡാമിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞുണ്ടായ അപകടം 9 ജീവനുകളാണ് കവർന്നെടുത്തത്. ഡൽഹിയിൽ നിന്നുള്ള ആ കുടുംബത്തിന്റെ യാത്ര അപ്രതീക്ഷിതമായ ദുരന്തത്തിലാണ് അവസാനിച്ചത്. രക്ഷാപ്രവർത്തകർ വെള്ളത്തിൽ നിന്നും ആ അമ്മയെയും കുഞ്ഞിനെയും കണ്ടെടുത്തപ്പോൾ കണ്ട കാഴ്ച കണ്ടുനിന്നവരുടെ കണ്ണു നിറയ്ക്കുന്നതായിരുന്നു. ജീവൻ വെടിഞ്ഞിട്ടും തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ കൈകൾ അയഞ്ഞിരുന്നില്ല. താൻ ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റിനുള്ളിൽ ആ കുഞ്ഞിനൊരു സുരക്ഷിത കവചമൊരുക്കാൻ മരണം വരെ ആ അമ്മ പോരാടി. ലൈഫ് ജാക്കറ്റിന്റെ സഹായത്താൽ ആ അമ്മയ്ക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. എന്നാൽ തന്റെ ജീവനേക്കാൾ വില മകന്റെ ശ്വാസത്തിന് നൽകിയ ആ അമ്മ മകനില്ലാത്തൊരു ലോകത്തേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല. പ്രാണൻ പോകുമ്പോഴും തന്റെ കയ്യിലിരുന്ന നിധിയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ആ അമ്മ ചേർത്തു പിടിച്ചു. മരണത്തിന്റെ തണുപ്പിലും ആ കുഞ്ഞിന് തന്റെ അമ്മയുടെ മാറിലെ ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ലോകത്തോട് വിട പറയുമ്പോഴും തന്റെ കുഞ്ഞിനെ തനിച്ചാക്കാത്ത ആ അമ്മയ്ക്കും കുഞ്ഞിനും പ്രണാമം എന്ന കുറിപ്പിനൊപ്പമാണ് പോസ്റ്റ് പ്രചരിക്കുന്നത്. കീവേഡുകളുടെ പരിശോധനയിൽ ജബൽപൂരിലെ ഈ ദുരന്തത്തിൽ യഥാർത്ഥത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെയും കുട്ടിയുടെയും വിവരങ്ങൾ അടങ്ങിയ വാർത്താ റിപ്പോർട്ടുകൾ ലഭിച്ചു. ഒരേ ലൈഫ് ജാക്കറ്റിട്ട് കെട്ടിപ്പിടിച്ചു കിടക്കുന്ന അമ്മയുടെയും 4 വയസ്സുകാരന്റെയും മൃതദേഹം കണ്ടുനിന്നവരെ ആകെ കണ്ണീരണിയിച്ചു. അവസാന യാത്രയിലും മാറോടണഞ്ഞു നിൽക്കുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കണ്ട് മന്ത്രി രാകേഷ് സിംഗും പൊട്ടിക്കരഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വൈറൽ ചിത്രം വിശദമായി പരിശോധിച്ചപ്പോൾ ചിത്രത്തിൽ ചില അസ്വാഭാവികതകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ചിത്രം AI നിർമ്മിതമാകാമെന്ന സൂചനകൾ നൽകി. കൂടാതെ വൈറൽ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സ്ത്രീയുടെയും കുഞ്ഞിന്റെയും യഥാർത്ഥ ചിത്രങ്ങൾ മറ്റു ചില റിപ്പോർട്ടുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഈ ചിത്രവും വൈറൽ ചിത്രവും വ്യത്യസ്തവുമാണ്. സ്ഥിരീകരിക്കാനായി വൈറൽ ചിത്രം AI പരിശോധനാ ടൂളായ ഹൈവ് മോഡറേഷനിൽ പരിശോധിച്ചപ്പോൾ 98% ചിത്രം AI നിർമ്മിതമാണെന്ന ഫലങ്ങളാണ് ലഭിച്ചത്. കൂടാതെ ജബൽപൂർ കളക്ടറുടെ സമൂഹ മാധ്യമ പേജിലും വൈറൽ ചിത്രം വ്യാജമാണെന്ന് വ്യക്തമാക്കി പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് ജബൽപൂരിലെ ബോട്ടപകടത്തിൽ നിന്നുള്ളതെന്ന തരത്തിൽ പ്രചരിക്കുന്ന അമ്മയുടെയും കുട്ടിയുടെയും ചിത്രം AI നിർമ്മിതമാണെന്ന് വ്യക്തമായി.